ഇന്ന് ജനുവരി 29 6 OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് ഒരുപാട് പ്രേക്ഷകരാണല്ലോ കാത്തിരിക്കുന്നത്. നേരത്തെ ഈ ആഴ്ച ജനുവരി 30 OTT റിലീസ് ചെയ്യുമെന്ന് അറിയിച്ച് പിന്നീട് കമ്മിങ് സൂൺ പോസ്റ്ററിലേക്ക് വന്നതോടെ സിനിമയുടെ OTT റിലീസ് മാറ്റിയോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസാന മണിക്കൂറിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജനുവരി 30 തീയതി തന്നെ സിനിമ OTT റിലീസ് ആകുന്നതാണ്. 3 മണിക്കൂർ 44 മിനിറ്റ് ദൈർഘ്യം അടങ്ങിയ റീലോഡഡ് വെർഷൻ ആയിരിക്കും പുഷ്പ 2വിന്റെ OTT റിലീസ് ആയിട്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ ലഭ്യമാകുക. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ സിനിമ OTT റിലീസ് ആകുന്നതാണ്. കാത്തിരിക്കാം OTT റിലീസിനായിട്ട്. രണ്ടാമത്തേത് എമക്ക് തൊഴിൽ റൊമാൻസ് എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ HD പതിപ്പ് ലീക്കാക്കപ്പെട്ട സിനിമ സിംപ്ലി സൗത്തിലൂടെ ഈ ആഴ്ച ജനുവരി 31 OTT റിലീസ് ആകുന്നതാണ്. അതേസമയം തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ഫെബ്രുവരി 14 തീയതിയായിരിക്കും OTT റിലീസ് ആകുക. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഹിന്ദി സിനിമയാണല്ലോ എമർജൻസി. ഈ ജനുവരി മാസം റിലീസ് ചെയ്ത കങ്കണ റണൌട്ട് നായികാവേഷത്തിലെത്തിയ നിർമ്മിച്ച ഒപ്പം തന്നെ സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ ഈ വരുന്ന മാർച്ച് മാസത്തോടെ മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. തമിഴ്, തെലുഗു ഭാഷകളിൽ കൂടി ഹിന്ദി സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. നാലാമത്തേത് ബേബി ജോൺ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമ തിയേറ്ററുകളിലെ വൻ ഡിസാസ്റ്റർ ആയിരുന്നല്ലോ. ആമസോൺ പ്രൈം OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ റീമേക്ക് സിനിമ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രൈമിൽ ലഭ്യമാകുമെന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് OTT റിലീസാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഓശാന എന്നാണ് സിനിമയുടെ പേര്. ധ്യാൻ കൂടി ഭാഗമായ സിനിമ മനോരമ മാക്സിൽ ഒരുപാട് നാളുകൾക്ക് മുന്നേ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നതാണ്. ഇപ്പോഴത്തെ ഈ ആഴ്ച ജനുവരി 31 ഓശാന മനോരമ മാക്സിൽ OTT റിലീസ് ആകുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്ന സിനിമകളിൽ പുഷ്പ 2 കഴിഞ്ഞാൽ ഒരുപാട് പ്രേക്ഷകർ മലയാളികൾ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഐഡന്റിറ്റി അപ്ഡേറ്റ് ആണ്. ടൊവിനോ നായകനെ എത്തിയ സിനിമ ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും തിയേറ്ററുകളിൽ വിജയിക്കാനാവാതെ പോയ സിനിമയാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഐഡന്റിറ്റി നാളെ അർദ്ധരാത്രി 12 മണിയോടെ ജനുവരി 31 C5 മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം ഐഡന്റിറ്റി OTT റിലീസിനായിട്ട്.